ഇങ്ങോട്ട് കാണിക്കും ഗണപതി. ഇതിൻ്റെ ഈ ഇതൊക്കെ കാണിച്ചു ഇത് കാണിക്കും, അടുത്ത് കാണിക്കേണ്ട ഈ ഡിസൈനൊക്കെ നോക്കി നോക്കും. ആ വലിയ പൂവിൻ്റെ ഇതളും കാര്യങ്ങളും ഗണപതി ഇത് കണ്ടോ, ഇത് രസമായിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വേറെ രസകരമായ കാര്യം ഇങ്ങോട്ട് ഇത് കാണിക്കും. ഈ ഇതിങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മണികൾ കണ്ടോ, വലിയ മണി, ചെറുത്, വലുത്, ഇങ്ങനെ എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ സെൻറ്ററിൽ നോക്ക്, ആ കെട്ടിൻ്റെ ശരിക്ക് നോക്കുന്നത്. ഒരു മിനിറ്റ്, ഇതെന്ത് ബേസ് ഇതൊരു ഡിസൈൻ. ആ ഡിസൈൻ ഇങ്ങനെ വന്ന് അടുത്ത ഡിസൈൻ മേലെ ആ തൂണ് മൊത്തം കാണിച്ച് ഇങ്ങനെ പോയിരിക്കുകയാണ് മേലേക്ക്. അവിടം വരെ കിടക്കുകയാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വാ. ഇതിൽ വേറെ രസകരമായ കാര്യം ഈ ചുറ്റുമതിൽ കാണിക്കും. ചുറ്റുമതിലാണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് പറയുന്ന ചുറ്റമ്പലം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. ഇതിൽ രസകരമായ കാര്യം വെച്ചാൽ അതിനകത്ത് നമുക്ക് പോയി റെസ്റ്റ് ചെയ്യാം, അതിനുള്ള സ്ഥലം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാ, നമുക്ക് അതും കൂടി ഒന്ന് കാണിക്കണം. കട്ട് ചെയ്യണ്ട. ഇതാണ് നമ്മുടെ ക്ഷേത്രം. അതിനെപ്പറ്റി കൊണ്ടൊന്ന് പറയാം. അതിൻ്റെ ആ മേലത്തെ ആ മുനാരം ഒന്ന് സൂം ചെയ്യാൻ പറ്റുമോ? വിമാനം എന്നാണ് അതിന് പറയുക. മുനാരം എന്ന് പറയുക. മുനാരം എന്നുള്ള വാക്കല്ല ശരി, അതിൻ്റെ വിമാനം എന്നല്ല പറയുക. ആ മേലെ ഇരിക്കുന്ന ആ ഒരു ശില അല്ലെങ്കിൽ ആ ഒരു കല്ല് അവർ പറഞ്ഞത് ഏകദേശം ഇതിൻ്റെ ഇത്തിരി ഹൈറ്റിന് 60 കിലോമീറ്റർ ദൂരേക്ക് മണ്ണ് കൊണ്ട് റോഡ് വെട്ടിയിട്ട് എത്രയോ ടൺ ഭാരമുള്ള ആ കല്ല് ആളുകൾ ഉരുട്ടിക്കൊണ്ടെന്ന് അതിന് മുകളിലിടുകയും കൃത്യമായിട്ട് ആ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചതിന് ശേഷം ആ റോഡ് ഒഴിവാക്കി കളഞ്ഞെന്നാണ് പറയുന്നത്. ബാക്കി നമുക്കത് പറയാം. ഇത് നമുക്ക് ഇവിടെ എന്താണ് രസം വെച്ചാൽ ഈ ചുറ്റുമതിനകത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഏകദേശം 150ഓളം ഏക്കറയിൽ വരുന്ന ഈ ക്ഷേത്രം, അതിൻ്റെ 4 പുറവും ഇതുപോലെ ശിവൻ്റെ ശിവലിംഗങ്ങളാണ്. നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ശിവലിംഗങ്ങളാണ്, പല രീതിയിൽ പല വലിപ്പത്തിലുള്ള ശിവലിംഗങ്ങൾ. ഇതവിടെ കാണാം, ഇതിൻ്റെ ഇപ്പുറത്ത് കാണാം. ഇതൊക്കെ ശിവലിംഗങ്ങളാണ്. ഇതിലെല്ലാം വിശേഷ ദിവസം എല്ലാ ശിവലിംഗങ്ങളിലും ഒന്നിച്ച് അർച്ചന ചെയ്യുകയും ചടങ്ങുകൾ നടത്തുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെയൊക്കെ വാസ്തുവുമായിട്ടും ദ്രാവിഡ സംസ്കാരത്തിൻ്റെ വാസ്തു കലകളുടെ ഒരു എന്താണെന്നാ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു കലാപരമായിട്ടുള്ളൊരു സാധനം. ഇതിവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ല. ഇപ്പോൾ നമ്മൾ വലിയ ഗോപുരത്തിൻ്റെ ഇതിനൊക്കെ പറഞ്ഞ പോലെ ആ എഴുത്തുകളുണ്ടാവും. ഇത് ഏത് ലിപിയാണ്, ഇങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നതെന്നൊന്നും അറിയില്ല. തമിഴും അല്ല, ആ തമിഴിലാണ്. ഇങ്ങോട്ടോ ഈ സൈഡ് കാണാം, കൃത്യമായിട്ട് കാണാം. നോക്കി നോക്ക്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണില്ലേ എഴുത്തുകളൊക്കെ. ഇതേതോ ദ്രാവിഡ ഭാഷയാണ്, പ്യൂറായിട്ടുള്ള തമിഴും അല്ല. ശരിക്കും തോന്നുന്നു നമ്മൾ എന്താ പറയുക, പല രീതിയിലുള്ള തമിഴുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഭാഗമായിട്ടുള്ളതായിരിക്കാം. എനിവേ ഈ ഒരു സ്ഥലം ഇതിപ്പോൾ നമ്മളൊരു എന്താ പറയുക, ചുറ്റമ്പലം അല്ലെങ്കിൽ ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമാണ്. ഇത് നമ്മൾ നടക്കുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കാനുള്ള അത്രയും ദൂരമുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിച്ചു. ഇവിടെ ശിവലിംഗങ്ങൾ കാണിച്ചു. ഇനി ഇങ്ങോട്ട് വാ. ഇവിടെയൊക്കെ ശിവലിംഗങ്ങൾ, ഇതിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട്. ഇതിനൊരു എന്തോ പ്രത്യേകത ഉണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് പൂജകളും കാര്യങ്ങളും നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെയൊക്കെ ആരതി നടക്കുമ്പോൾ ഇവിടെ നോക്കി നോക്കുക, അതിൻ്റെ ആരതിയിലെ വെള്ളം ഒഴുകി പോകാനുള്ള ഓവും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ശിവലിംഗങ്ങൾ മൊത്തത്തിൽ കാണിച്ചു. ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചാൽ ഈ ശിവലിംഗങ്ങൾ ഇങ്ങനെ വന്നിട്ട് ആ അമ്പലം ഒന്ന് കാണിക്കും. ക്ലിയർ അല്ലേ? എൻ്റെ ചെറിയ അമ്പലം ഇപ്പുറത്ത്, ഇതിൻ്റെ ആ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഉണ്ട്. എനിക്ക് പറഞ്ഞാൽ ഇത് 3-4 പാർട്ടായിട്ടാണ് പറഞ്ഞത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നന്ദീശൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളതിനകത്ത് അടുത്ത് പോയിരുന്ന് ഫോട്ടോ എടുത്താൽ അറിയാം എത്രയാണ് ഇതിൻ്റെ ഹൈറ്റ്, എത്രയാണ് ഇതിൻ്റെ വലുപ്പം. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത്